ലോകത്തെ മുൻനിര രാജ്യങ്ങളിൽ ഒന്നാക്കാൻ സൗദിയെ മാറ്റാൻ ശ്രമിക്കുന്ന ഭരണകർത്താവാണ് ഈ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ടെക്നോളജിയോടുള്ള താല്പര്യം, ട്രേഡിനോടുള്ള താല്പര്യം, ഇതൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രംപും ഈ മുഹമ്മദ് ബിൻ സൽമാനും തമ്മിൽ വലിയ അടുപ്പാണ്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ സൽമാൻ വേണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ വാങ്ങിയെന്ന് വരെ പറയാം. അങ്ങനെയൊക്കെ പറയാമോ? ചിലരൊക്കെ ചില ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ സൽമാൻ രാജകുമാരൻ ഹി പർച്ചേസ്ഡ് ട്രംപ് എന്നൊക്കെ ഉള്ള രീതിയിൽ പർച്ചേസ്ഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വിലക്കെടുത്തു എന്നൊക്കെ പറയുന്ന പോലെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റ് ട്രംപിന് പലരോടും ഇഷ്ടമുണ്ട്, വളരെയധികം കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ പിന്നെ ട്രംപിൻ്റെ മനസ്സിൽ ഒരു മുഖം മാത്രം കണ്ണിൽ ഒരു സ്വരം മാത്രം കാതിൽ എന്ന് പറഞ്ഞോണം ഈ ബിൻ സൽമാൻ്റെ സ്വരമാണ് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അദ്ദേഹം ഒരു ഫോൺ കോൾ നടത്തിയത് ബിൻ സൽമാനോടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫോൺ കോൾ. അപ്പോൾ ലോകത്തിൽ ഒരുപാട് ഇതിലൊക്കെ വലിയ പ്രമുഖരായ നേതാക്കന്മാരുണ്ട്. പക്ഷേ ട്രംപിൻ്റെ കാര്യം അങ്ങനെയല്ല. ട്രംപ് ഈ ബിൻ സൽമാനെയാണ് ഇപ്പോൾ ആദ്യമായിട്ട് വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനു മുമ്പ് പ്രസിഡൻ്റായ സമയത്തും അദ്ദേഹം ആദ്യം വിസിറ്റ് ചെയ്തത് സൗദി അറേബ്യനെയാണ്. ദാറ്റ് ഈസ് നോട്ട് ദി അമേരിക്കൻ ട്രഡീഷൻ. സാധാരണ അമേരിക്കൻ പ്രസിഡൻസൊക്കെ ചെയ്യുന്ന അങ്ങനെയല്ല. ഉദാഹരണത്തിന് ബിൽ ക്ലിൻ്റൺ കാനഡയിലാണ് ആദ്യം പോയത്, ജോർജ് ബുഷ് ആദ്യം പോയത് മെക്സിക്കോയിലാണ്, ബറാക്ക് ഒബാമ ആദ്യം പോയത് കാനഡയിലാണ്. അപ്പോൾ ദേ വിസിറ്റ് ദെയർ അലൈസ്, അലൈഡ് കൺട്രീസ് കൂടെയുള്ള ആൾക്കാരെയാണ് സാധാരണ വിസിറ്റ് ചെയ്യാറ്. പക്ഷേ ട്രംപിന് അത് ബാധകമല്ല. ട്രംപ് സൗദിയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ആദ്യം അദ്ദേഹം ഇലക്ഷൻ നേരിട്ടപ്പോഴും വിജയിച്ചപ്പോഴും ആദ്യമായിട്ട് അദ്ദേഹം വിസിറ്റ് ചെയ്ത കൺട്രി ഈ പറഞ്ഞ സൗദി അറേബ്യയാണ്. അന്ന് സൗദി അറേബ്യ പോയി കഴിഞ്ഞപ്പോൾ കുറേ ചർച്ചകളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അവിടെ ഒരു കച്ചവട ഡീൽ ഉറപ്പിച്ചു. അതായത് $450 ബില്യൺ ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങളും യുദ്ധവിമാനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ഡീല് അവിടെ സൈൻ ചെയ്തു. ആദ്യത്തെ ഇവർ തമ്മിലുള്ള കണ്ടുമുട്ടുന്ന സമയത്ത്. അപ്പോൾ $450 ബില്യൺ ആയിരുന്നു ആ ഡീല്. ഇപ്പോൾ ഈ പ്രാവശ്യമാണെങ്കിലും അതേപോലെ തന്നെ വിക്ടറി കിട്ടി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം കോണ്ടാക്ട് ചെയ്ത ഫോറിൻ ലീഡറാണ് ബിൻ സൽമാൻ. അപ്പോൾ അതിനിടയ്ക്ക് അദ്ദേഹം ഈ ട്രംപ് ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഒരു 500 ബില്യൻ്റെ അടുത്തുള്ള എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങൾ നടക്കുകയാണെങ്കിൽ സൗദിയിലേക്ക് ആദ്യത്തെ വിസിറ്റ് ആകാം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു വെച്ചു. അപ്പോൾ സൗദി അറേബ്യക്കാണെങ്കിൽ ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ട്രംപിനെ പോലെ ഒരാൾ ആദ്യമായിട്ട് അവിടെ വരുന്നു വിസിറ്റ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷവും അഭിമാനമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ട്രംപ് 500 ബില്യൻ്റെ വർത്തമാനം പറഞ്ഞോടുകൂടി അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞു, ഞങ്ങൾ $600 ബില്യൺ അമേരിക്കയിൽ മുടക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ $600 ബില്യൺ ഇവർ ചോദിച്ചിരുന്നില്ല. ചോദിച്ചാലും ഒരു സ്റ്റെപ്പ് കൂടി അങ്ങോട്ട് കയറി പ്രയോഗിച്ചിരിക്കുക. അപ്പോൾ ഈ $600 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ ടോട്ടൽ GDPയുടെ 54% വരും. അത് 54% ഓഫ് ദി എൻറ്റയർ GDP ഓഫ് സൗദി അറേബ്യ. അത്രയാണ് അദ്ദേഹം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സൗദി രാജകുമാരന് ബാക്കി അറബി കൺട്രീസിനെ പോലെ ഇറാനെ പോലെയൊന്നുമല്ല. അമേരിക്ക അദ്ദേഹത്തിന് വളരെ വിശ്വാസമാണ്. അമേരിക്കയിൽ പണം മുടക്കി കഴിഞ്ഞാൽ രാജ്യത്തിന് ഗുണമേ ഉണ്ടാകുള്ളൂ എന്നുറച്ച വിശ്വാസമുള്ള ആളാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന $600 ബില്യൻ്റെ ഇടപാട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപും സൗദി റോയൽ ഫാമിലിയായിട്ടുള്ള കണക്ഷൻ അത് വെറുതെ ഫോർമലായിട്ടുള്ളതോ ഒഫീഷ്യലായിട്ടുള്ളതോ ഒന്നുമല്ല. അത് പ്രസിഡൻ്റാണോ അല്ലയോ എന്നുള്ളതും അവരുടെ ബന്ധത്തെ ബാധിക്കാറില്ല. അപ്പോൾ ട്രംപ് അധികാരത്തിന് പുറത്തു പോയപ്പോഴും ട്രംപും ഈ സൗദി റോയൽ ഫാമിലിയായിട്ട് നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആ സമയത്ത് ബൈഡൻ പ്രസിഡൻ്റായിരുന്നെങ്കിലും ബൈഡനായിട്ട് അതേപോലെ ഒരു അടുപ്പം സൗദി റോയൽ ഫാമിലിക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ട്രംപിൻ്റെ ഫാമിലി പ്രോബ്ലംസിൽ വരെ അവരിടപെടാറുണ്ട്. അതായത് ട്രംപിന് ഒരു സണ്ണിൻലോ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജാരദ് കുഷ്ണർ എന്നാണ്. ഈ കുഷ്ണർ ബിസിനസ്സൊക്കെ നടത്തി ഇടയ്ക്ക് പോയി അപകടത്തിൽ ചാടും, കടവും പ്രശ്നമൊക്കെ വരും. അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ട്രംപ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയുടെ ഈ പറയുന്ന ബിൻ സൽമാൻ $2 ബില്യൺ ഈ ജാരദ് കുഷ്ണർ എന്ന് പറയുന്ന
മരുമകൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ആ കമ്പനി പൊളിഞ്ഞു പോകാതെ പിടിച്ചു നിർത്തിയത് അദ്ദേഹമാണ്. അപ്പോൾ അത് വലിയൊരു സംഭവമാണ്. അവരുടെ ഫാമിലീസ് തമ്മിൽ അടുപ്പം വരാനായിട്ട് ഉള്ള വലിയൊരു സംഭവമാണ്. പിന്നെ വേറൊരു കാര്യം, ജമാൽ ഖഷോഗി എന്ന് പറഞ്ഞിട്ട് ഒരു സൗദി ഡിസിഡൻറ്റ് ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ സൗദി അറേബ്യയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, സൗദി ഭരണാധികാരികളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും ഒരു ക്രിട്ടിക്കൽ നേച്ചറിലാണ് അപ്രോച്ച് ചെയ്തിരുന്നത്. അങ്ങനെ ഇദ്ദേഹം ബിൻ സൽമാൻ ആണെങ്കിൽ ഈ പറയുന്ന ജമാൽ ഖഷോഗിനെ നോട്ടൗട്ട് വെച്ചിരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിരന്തരമായിട്ട് ക്രിറ്റിസിസമാണ്. അങ്ങനെ ജമാൽ ഖഷോഗി അവിടെ തുർക്കിയിൽ പോയിട്ട് അവിടുത്തെ സൗദി എംബസിയിൽ പ്രവേശിച്ചിരുന്നു. ഈ ജമാൽ ഖഷോഗി പോയത് 61-ാമത്തെ വയസ്സിൽ ഒരു കല്യാണം കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചില പേപ്പേഴ്സ്, പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ അവിടെ ചിലത് അറ്റസ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ഈ സൗദി കിങ്ഡം അല്ലെങ്കിൽ ഗവൺമെൻറ് ഇത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ അവിടെ വെച്ച് കൊന്നു കഴിഞ്ഞിട്ട് എന്തോ ആസിഡിലൊക്കെ ഇട്ട് ഒരു ലൈനായിട്ട് ഒഴുക്കി വിടുക ചെയ്തത്. ഒരു ലിക്വിഡായിട്ട് ഒഴുക്കി വിടുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് വെസ്റ്റേൺ കൺട്രീസ് മുഴുവനും ഈ പറയുന്ന ബിൻ സൽമാൻ രാജകുമാരനെതിരെ തിരിഞ്ഞായിരുന്നു. വെസ്റ്റേൺ കൺട്രീസ് ഒന്നും അദ്ദേഹമായിട്ട് നത്തിങ് ഡൂയിങ് എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. പക്ഷേ ട്രംപ് പറഞ്ഞു ആ നാട്ടിൽ ഇതൊക്കെ പതിവാണ്, അതിൻ്റെ പേരിലൊന്നും നമ്മൾ അവരുമായിട്ട് തർക്കത്തിനും ബഹളത്തിനും ഒന്നും പോകണമെന്ന് കാര്യമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു നന്ദി ഈ പറയുന്ന ബിൻ സൽമാന് പ്രത്യേകിച്ച് ട്രംപിനോടുണ്ട്. പിന്നെ ബൈഡനായിട്ട് ഒരിക്കലും ഇവർ ലോഹ്യത്തിന് വലിയ ലോഹ്യമായിരുന്നിട്ടില്ല. അതാണ് ആ ബൈഡൻ ഭരിച്ച സൗദിയായിട്ടുള്ള ടീംസ് അത്ര സുഖത്തിലായിരുന്നില്ല. അപ്പോൾ ഇപ്പം ട്രംപിൻ്റെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് പറയുന്നത് ഇസ്രായേലും അതേപോലെ കിങ്ഡം ഓഫ് സൗദി അറേബ്യ അല്ലെങ്കിൽ സൗദിയും ആയിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്യണം. മാത്രമല്ല ഇസ്രായേലിന് ഇപ്പോഴും സൗദി അറേബ്യ അംഗീകരിച്ചിട്ടില്ല ഒരു രാജ്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇസ്രായേലിനെ അംഗീകരിക്കണം. അപ്പോൾ അതിന് സൗദി അറേബ്യയ്ക്ക് വിരോധമൊന്നുമില്ല, അമേരിക്ക പറയുന്ന പോലെ കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ അപ്പോൾ അവർക്ക് ചില ആവശ്യങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ഒന്ന് പറഞ്ഞിരുന്നത്, 2-3 കണ്ടീഷൻസ് പറഞ്ഞിരുന്നു ബിൻ സൽമാൻ. ഒന്ന്, ഗാസ വാർ ഷുഡ് എൻഡ്. അത് അമേരിക്കയുടെ കയ്യിലുള്ള കാര്യമാണ്, അമേരിക്കയ്ക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഗാസ വാർ ഹാസ് കം ടു എൻ എൻഡ്. ആ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. വേറൊരു കണ്ടീഷൻ വാസ് സെക്യൂരിറ്റി ഗ്യാരണ്ടി. അതായത് ഇവർക്ക് വേണ്ട യുദ്ധോപകരണങ്ങളും യുദ്ധവിമാനങ്ങളും മറ്റ് സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ള കണ്ടീഷൻ വെച്ചിരുന്നു. അതിനും അമേരിക്ക റെഡിയാണ്. അതിൻ്റെ അമേരിക്ക എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ ഒരു കാര്യവും കൂടി, ഒരു കണ്ടീഷൻ കൂടി ഈ സൗദി അല്ലെങ്കിൽ ബിൻ സൽമാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് ഈ പാലസ്റ്റീന് സ്റ്റേറ്റ് ഹുഡ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യത്തിൽ ചിലപ്പോൾ ട്രംപിന് വിരോധം ഉണ്ടാവില്ല, പക്ഷേ അത് ട്രംപിൻ്റെ കയ്യിലല്ല ഇരിക്കണം. അതിന് നെതന്യാഹു വിചാരിക്കണം. സ്റ്റേറ്റ് ഹുഡ് അംഗീകരിച്ചു കൊടുക്കണം. ഫ്രീ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റായിട്ട് നിലനിർത്തണമെങ്കിൽ അതിന് നെതന്യാഹു കൂടി വിചാരിക്കണം. അപ്പോൾ അത് എന്തുമാത്രം ഇസ്രായേൽ സമ്മതിക്കും എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷേ ഈ 3 കണ്ടീഷൻസാണ് ഇപ്പോൾ സൗദി അറേബ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ ഒരു ട്രീറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത് ഈ സെഞ്ചുറിയിലെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ടായിരിക്കും ട്രംപ് കണക്കാക്കുക. സാർ, ഇസ്രയേലും അതുപോലെ തന്നെ സൗദി അറേബ്യയും തമ്മിലൊരു കരാറിലേക്ക് ഏർപ്പെടുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണ് അന്ന് ഇറാൻ ഇടപെട്ടത്. അന്ന് ഇറാൻ ഹമാസിനെ വിട്ട് ഹമാസിന്റെ തീവ്രവാദികൾ അങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കില്ലേ. ഇത് മുഴുവൻ ഈ ട്രീറ്റി ഒപ്പിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പിട്ട് കഴിഞ്ഞാൽ സൗദിയും ഇസ്രയേലും തമ്മിൽ നല്ല ബന്ധമുണ്ടായി, അമേരിക്ക വലിയൊരു സപ്പോർട്ടായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊരു കാരണവശാലും ലോകക്രമത്തിൽ ഉണ്ടാകരുത്. അതിൻ്റെ കൂട്ടത്തിൽ UAE, ഈജിപ്റ്റ് മുതലായവരും ഇവരുടെ കൂടെ കൂടും. അത് അവർക്ക് സഹിക്കാനും പറ്റില്ല. കാരണം മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഈ ഒരു രീതിയിൽ ഇവരോട് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറാന്റെ പ്ലാൻ എല്ലാം പൊളിയുമല്ലോ, അതുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള ട്രീറ്റിയുടെ പ്രശ്നത്തിലാണ് വാസ്തവത്തിൽ ഈ ഹമാസുകാർ കയറി കൊള്ളരാത്രമൊക്കെ കാണിച്ച് എന്നൊരു തിയറി ഉണ്ട്. ആൻഡ് ദർ ഈസ് സം ട്രൂത്ത്. അത് ഒരു അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത്. അപ്പോൾ ഒരുപക്ഷെ പിന്നെ ഏബ്രഹാം അക്കോർഡ്സ് എന്നൊക്കെ പറയും. കാരണം മുസ്ലിംസ് ആണെങ്കിലും ജൂതന്മാരാണെങ്കിലും ഏബ്രഹാമിൻ്റെ സന്തതികളാണ്. 2 പരമ്പരയിൽ പെട്ടുപോയെന്നുള്ളൂ. അതുകൊണ്ട് ഒരേ ഫാമിലിയാണ്, യോജിച്ച് വരണം, പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ UAE, ഈജിപ്റ്റ്, സൗദിയൊക്കെ ആ തിയറി മാനിക്കാൻ തയ്യാറാണ്. ഏബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്.
അപ്പോൾ അത് കാണുമ്പോഴാണ് ഇറാനൊക്കെ വലിയ പേടി. കാരണം ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഗാസയും പാലസ്തീനും വെസ്റ്റ് ബാങ്ക് അതൊന്നും ആരുടെയും മനസ്സിലുണ്ടാവില്ല. അതുകൊണ്ടാണ് അത് പൊളിക്കാൻ ശ്രമിച്ചത്. ഈ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറഞ്ഞാൽ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു രാജകുമാരാണെന്ന് പറയാം. കാരണം എണ്ണയുടെ ഒരു ഉൽപ്പാദനത്തിലൂടെയാണല്ലോ അവരുടെ ബിസിനസ് നിന്ന്. ഇനി എണ്ണ എന്ന് പറയുന്നത് അവിടെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ എണ്ണ കുറഞ്ഞു വന്നാൽ പിന്നീട് ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടത് ട്രേഡാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ടെക്നോളജിയാണ്. അപ്പോൾ ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ അപ്ഡേറ്റഡ് ആണ്. അത്തരം ഒരു ടെക്നോളജി അപ്ഡേറ്റഡ് ആയ രാജ്യവുമായി കൈകോർക്കുന്നത് സ്വാഭാവികമായും സൗദിയുടെ വളർച്ചയ്ക്ക് പറ്റും. പിന്നെ ട്രേഡ്, ഈ ട്രേഡ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ പോയാൽ അമേരിക്കയുമായിട്ടുള്ള ട്രേഡിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാകും. അപ്പം എപ്പോഴും അമേരിക്കയുടെ ഒരു പിന്തുണയുള്ള രാജ്യമായിട്ട് ഈ സൗദി മാറണ്ട, ഞങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാം, അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളെ ട്രംപ് എപ്പോഴും അഭിനന്ദിക്കുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കും ഇവർ തമ്മിലുള്ള ഒരു ഒരു ടേംസ് നന്നായി പോകും. അങ്ങനെ ഒരു ഇവരുടെ കാഴ്ചപ്പാടുകൾ ഒരേ രീതിയിലുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപിന് പേഴ്സണലായിട്ട് വളരെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഫാമിലിക്ക് വരെ, മരുമകൻ്റെ കാര്യത്തിൽ വരെ സൗദി അറേബ്യ ഇടപെടുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ കേവലം ഒഫീഷ്യൽ അല്ലെങ്കിൽ ഫോർമലായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല, അവർ രണ്ടു കൂട്ടരുടെയും ഫാമിലീസ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമാണ്. അതാണ്. അപ്പോൾ ഈ പറയുന്ന അമേരിക്ക, അതുപോലെ ഇസ്രായേൽ, ഈ പറയുന്ന സൗദി അറേബ്യ, ഇവരെല്ലാം കൂടെ കൂടിച്ചേർന്നാൽ പുതിയൊരു ക്രമം ഉണ്ടായി വരാം അല്ലേ? മിഡിൽ ഈസ്റ്റിൻ്റെ മുഴുവൻ സപ്പോർട്ട് മാത്രമല്ല, ഇസ്രായേലിനെ ഒരു കാരണവശാലും ഈ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപദ്രവിച്ചില്ല. മാത്രമല്ല പലസ്തീൻകാർ അഭയാർത്ഥികളായിട്ട് ഓടിച്ചെന്നപ്പം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊന്നും വാതിൽ തുറന്നില്ല. എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഈജിപ്റ്റ് വരെ അത് കൊട്ടി അടയ്ക്കുക ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രമത്തിൽ ഈ പറയുന്ന ട്രംപും ഈ മുഹമ്മദ് ബിൻ സൽമാനും ഒക്കെ കൂടെ കൂട്ടിച്ചേരുന്നത് നെതന്യാഹുവിനും വളരെ പ്രയോജനകരമായിരിക്കും അല്ലേ? മാത്രമല്ല ഇനിയും പുതിയ വേൾഡ് ഓർഡറിലേക്ക് അവർ ഇന്ത്യയും കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ കൂട്ടാനല്ല, ഇന്ത്യ അങ്ങനെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശക്തിയാണെന്നല്ലേ? റഷ്യൻ പ്രസിഡന്റായ പുടിൻ വരെ പറഞ്ഞിരുന്നു ലോകത്തെ വൻ ശക്തികളുള്ളൊന്ന് ഇന്ത്യയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്കും ഒരു വലിയ അഭിമാനിക്കാനുള്ള. അവിടെ ഈ മിഡിൽ ഈസ്റ്റിൽ വലിയൊരു റിലേഷൻഷിപ്പ് ആ രീതിയിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. അവർ IIW എന്നൊക്കെ പറയാറുണ്ട്. I എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇസ്രായേൽ, മറ്റേ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USA, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടി ഒരു സംഗമമാണ് പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിൽ. അതെ, അത് നമുക്കും വലിയ പ്രയോജനങ്ങളുണ്ടാകും. എന്തായാലും കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.